Hi all, welcome to Civil Talks. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ LSGD ആയിരുന്നു സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ക്വസ്റ്റ്യൻ: What is known as the force per unit area required to penetrate into a soil mass with a circular plunger of 50 mm diameter at a rate of 1.25 mm per minute? ഓക്കെ, അതായത് ഒരു സോയിൽ മാസ്, ആ സോയിൽ മാസിലേക്ക് നമ്മൾ 50 mm ഡയമീറ്റർ ഉള്ള സർക്കുലർ പ്ലഞ്ചർ 1.25 mm per minute എന്നുള്ള നിരക്കിൽ പെനിട്രേറ്റ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ? ഓക്കെ, അപ്പൊ അതിനെ എന്തെന്നാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഡെഫിനേഷൻ ആണല്ലേ. ഓപ്ഷനിൽ ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്, മോഡുലസ് ഓഫ് റപ്ചർ ഉണ്ട്, CBR ഉണ്ട്, അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ. ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി CBR. ഓക്കെ, അതായത് എത്ര CBR നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന പെർസെൻറ്റേജിലാണ്. എത്ര പെർസെൻറ്റേജ് ആണ് ഫോഴ്സ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഒരു സർക്കുലർ പ്ലഞ്ചർ 50 mm ഡയമീറ്റർ ഉള്ള സർക്കുലർ പ്ലഞ്ചർ 1.25 mm per minute എന്നുള്ള നിരക്കിൽ ഒരു സോയിൽ മാസിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലിലേക്ക് നമ്മൾ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയുടെ റേഷ്യോ, അതാണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് CBR. ഈ CBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ എന്നാണ് അല്ലെ. നമ്മൾ ഈ CBR എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ സബ്ഗ്രേഡ് സ്ട്രെങ്ത്, അതായത് റോഡ്സ് പെർമെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്ഗ്രേഡിന്റെ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CBR ടെസ്റ്റ് ചെയ്യുന്നത്. ഈ CBR നമ്മൾ യൂഷ്വലി ഡിറ്റർമൈൻ ചെയ്യുന്നത് 2.5 mm, അതുപോലെ തന്നെ 2.5 mm, അതുപോലെ 5 mm പെനിട്രേഷനിലാണ്. ഓക്കെ, ഈ രണ്ട് പെനിട്രേഷനിൽ ഉള്ള വാല്യൂ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയുടെ വാല്യൂ ആണ് നമ്മൾ യൂഷ്വലി CBR ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ജനറലി ഈ CBR അറ്റ് 2.5 mm ആണ് 5 mm കൂടുതൽ ജനറലി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ സർഫസ് കൂടുതൽ ഹാർഡർ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന CBR വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, ഹാർഡർ ദി സർഫസ്, ഹയർ വിൽ ബി ദി CBR വാല്യൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഈസ് CBR. നെക്സ്റ്റ്, ഓക്കെ, ഓപ്ഷനിൽ ഇവിടെ ബെയറിംഗ് കപ്പാസിറ്റിയും തന്നിട്ടുണ്ടല്ലോ. ബെയറിംഗ് കപ്പാസിറ്റി എല്ലാവർക്കും അറിയാലോ. മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ ദാറ്റ് എ ഫൂട്ടിംഗ് ക്യാൻ സസ്റ്റെയിൻ വിത്തൗട്ട് ഫെയിലിയർ. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫൂട്ടിംഗ് ഒക്കെ കൊടുക്കുവാണ്, നമ്മുടെ ഒരു സോയിലിലേക്ക് നമ്മളൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ആ എൻറ്റയർ സ്ട്രക്ചറിന്റെ ലോഡ് എടുക്കാൻ കേപ്പബിൾ ആണ് എങ്കിൽ അതാണ് അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ യൂഷ്വലി എന്താണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് വെച്ചിട്ടൊക്കെയാണ് സൈറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെയറിംഗ് കപ്പാസിറ്റി ആ ഒരു പെർട്ടിക്കുലർ ഗ്രൗണ്ടിന്റെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. ദെൻ മോഡുലസ് ഓഫ് റപ്ചർ അറിയായിരിക്കും. ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ആണല്ലേ. അതായത് ഒരു ഫ്ലെക്ചറൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയൽ ഈൽഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള അതിന്റെ സ്ട്രെസ് എത്രയാണോ അതാണ് അതിന്റെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത്. ദ സ്ട്രെസ് ഇൻ എ മെറ്റീരിയൽ ജസ്റ്റ് ബിഫോർ ഇറ്റ് ഈൽഡ്സ് ഇൻ എ ഫ്ലെക്ചറൽ ടെസ്റ്റ്, അതാണ് മോഡുലസ് ഓഫ് റപ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്ലെക്ചറൽ സ്ട്രെങ്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഫ്ലോർ ഏരിയ റേഷ്യോ? ഓക്കെ, FAR എന്ന് പറയും ഇൻ ഷോർട്ട്, ഫ്ലോർ ഏരിയ റേഷ്യോ. ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ഓൺ ഓൾ ഫ്ലോർസ് ടു ദി പ്ലോട്ട് ഏരിയ. അതായത് ടോട്ടൽ ഫ്ലോർ ഏരിയ, ടോട്ടൽ കവേർഡ് ആയിട്ടുള്ള ഏരിയ ടു ദി പ്ലോട്ട് ഏരിയ റേഷ്യോ ആണ് FAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ടോട്ടൽ കവേർഡ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ ടു ദി പ്ലോട്ട് ഏരിയ. ഓക്കെ, ജനറലി ഈ FAR എന്ന് പറയുന്ന വാല്യൂ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഈ വാല്യൂ ഫിക്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ FAR അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ കവേർഡ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ FAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 0.5 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ പ്ലോട്ടിന്റെ ഏരിയ 10,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കവേർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കവേർഡ് ഏരിയ ഈസ്
5000 ആണ് അല്ലേ? കാരണം എന്താണ്, FAR 0.5 ആണ്. അപ്പൊ ടോട്ടൽ കവേർഡ് ഏരിയ ഈസ് 5000 ആണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇത് വരാം. അതായത് ഇപ്പൊ നമ്മൾ ദിസ് ഇസ് ദി പ്ലോട്ട്, ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഓക്കെ, ഈ നമ്മുടെ പ്ലോട്ടാണ്. ഓക്കെ, നമുക്ക് ഈ പ്ലോട്ടിന്റെ പകുതിയിൽ, കറക്റ്റ് പകുതിയിൽ നമ്മൾ ബിൽഡിംഗ് കൊടുക്കുവാണെങ്കിൽ, ഓക്കെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ദിസ് കവേർഡ് ഏരിയ, ദിസ് ഇസ് 50%, ദിസ് ഇസ് 50%, അതായത് കറക്റ്റ് പകുതി. അപ്പൊ നമ്മുടെ പ്ലോട്ട് ഏരിയ 10,000 ആണെങ്കിൽ നമ്മൾ 1 സ്റ്റോറി ബിൽഡിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് 5000 അല്ലെ? യെസ്, 5000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ടോട്ടൽ കവേർഡ് ഏരിയ, ബിൽഡിങ്ങിന്റെ കവേർഡ് ഏരിയ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കവേർഡ് ഓർ ഫ്ലോർ ഏരിയ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 5000 ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് 10,000 ആണ് അല്ലെ? 10,000 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.5 എന്ന് പറയുന്നത് FAR കിട്ടി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബിൽഡിങ്സ് കൊടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അല്ലെ? അതായത് എൻറ്റയർ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? ഇപ്പൊ അതായത് 25% മാത്രമാണ് നമ്മൾ ബിൽഡിങ്സ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതായത് ഓക്കെ, അതായത് 75% ഇങ്ങനെ ലെഫ്റ്റ് ചെയ്തേക്കാണ്. ബാക്കിയുള്ള 25%ലാണ് നമ്മൾ ബിൽഡിംഗ് കൊടുത്തത്. ഓക്കെ, അപ്പൊ 25%, അതായത് 10,000 ആണ് നമ്മുടെ ടോട്ടൽ പ്ലോട്ടെങ്കിൽ അതിൽ 7,500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദിസ് ഏരിയ, ദിസ് പെർട്ടിക്കുലർ ഏരിയ, ആൻഡ് ദ ടോട്ടൽ കവേർഡ് ഓർ ബിൽഡപ്പ് ഏരിയ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? അത് അതായത് ബാക്കി വരുന്ന 2,500 ആണ്. അതായത് 7,500 ഇവിടെ പോയി. ഓക്കെ, ബാക്കി 2,500 ആണ്. ബട്ട് 2,500 തന്നെ 2 സ്റ്റോറി വന്നിട്ടുണ്ട് അല്ലെ? 2 സ്റ്റോറി വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മുടെ FAR എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലെ? കാരണം ടോട്ടൽ കവേർഡ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് രണ്ട് സ്റ്റോറി വീതം ആവുമ്പോൾ വിച്ച് ഇസ് 2,500 into 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ എത്രയാണ്? പ്ലോട്ട് ഏരിയ 10,000. Again we get the same FAR, that is 0.5. അപ്പോൾ FAR 0.5 ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് രീതിയിലും ബിൽഡിംഗ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് FAR 0.5 മീൻ ചെയ്യുന്നത്, അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ FAR ഓഫ് എ പ്ലേസ് ഈസ് 1. ഓക്കെ, ആൻഡ് ദ പ്ലോട്ട് ഏരിയ ഈസ് 2,000 ഫീറ്റ്, സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ കവേർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ FAR ഈസ് 1 ആകുമ്പോൾ ടോട്ടൽ കവേർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് 2,000 ഫീറ്റ് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് അല്ലെ? കാരണം എന്താണ്? 1 ഈസ് ഈക്വൽ ടു ഡാഷ് ബൈ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ടോട്ടൽ കവേർഡ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എത്രയാണ്? കവേർഡ് ഏരിയ 2,000 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ എൻറ്റയർ പ്ലോട്ട് ഏരിയനെ കവർ ചെയ്യുന്ന രീതിയിലും ബിൽഡിംഗ് കൊടുക്കാം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോണിങ് അതുപോലെ പ്ലാനിങ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്, പാർക്കിങ്ങിനുള്ള ഡിസ്റ്റൻസ്, ഗ്രൗണ്ട് കവറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് ആണ് നമ്മൾ ബിൽഡിംഗ് കൊടുക്കുന്നത് ജനറലി. അപ്പൊ നമ്മൾ യൂഷ്വലി ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു കേസ് അഡോപ്റ്റ് ചെയ്യില്ല. അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഇപ്പൊ ഒരു 25% നമുക്ക് രണ്ട് സൈഡിൽ നിന്നൊക്കെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്നും റിയർ സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു 25% കൊടുത്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? അതാണ് നമ്മുടെ പ്ലോട്ട് ഏരിയ. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ നിന്ന് ഒരു 25% കൊടുത്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ടു സ്റ്റോറി ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അല്ലെ? 2 സ്റ്റോറീസ് അല്ലെ? രണ്ട് സ്റ്റോറീസ് ഓഫ് FAR is equal to 1 ആണ് അല്ലെ? അപ്പം ടോട്ടൽ കവേർഡ് ഏരിയ ബൈ പ്ലോട്ട് ഏരിയ is 2,000.
അപ്പോൾ 2 stories of 1000 square feet നമുക്ക് കൊടുക്കാലോ. അതായത് 2 stories of 1000 square feet അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. 25% സെറ്റ് ബാക്ക് കൊടുത്തിട്ട് 2 സ്റ്റോറി 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 സ്റ്റോറീസ് കൊടുത്തു. അപ്പോൾ നമുക്ക് FAR1 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ടോട്ടൽ ബിൽഡപ്പ് കവേർഡ് ഏരിയ ഫിക്സ് ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിന്റെ? Okay, അപ്പോൾ എന്താണ്? Which is option D, the ratio of the total floor area of all floors to the plot area. Then what is azimuth? Azimuth ഇവിടെ ഓപ്ഷനിൽ ആർബിട്രറി മെറിഡിയൻ, ട്രൂ മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ, നൺ ഓഫ് ദിസ് ആണ് കൊടുത്തിട്ടുള്ളത്. PSC ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ്, ട്രൂ മെറിഡിയൻ ആണ് വന്നിട്ടുള്ളത്. ബട്ട് അസിമുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ടല്ലേ, അതായത് ഒരു റെഫറൻസ് മെറിഡിയൻ, അതായത് ട്രൂ മെറിഡിയനിൽ നിന്നും നമ്മളിപ്പോൾ സർവേ ലൈൻ, if this is our survey line AB, then this angle, this particular angle from the, അല്ലെങ്കിൽ this bearing, okay, this bearing of this survey line from the true meridian is called the true bearing. നമുക്ക് അറിയാവുന്നതാണല്ലേ, the bearing of a survey line from the true meridian is true bearing, and ഈ true bearing is also known as azimuth എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻസ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം കേട്ടോ, ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. The next question is, what will be the hydraulic mean depth for most economical rectangular section of an open channel of width B and depth D? Okay, ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട് B ആണ്, അതുപോലെ തന്നെ ഡെപ്ത് D ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ എന്നൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഫോർ ഗെറ്റിംഗ് നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഫോർ ഗെറ്റിംഗ്, നമുക്ക് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് മാക്സിമം ഡിസ്ചാർജ് അല്ലേ, നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടണം. ഓക്കെ, അപ്പൊ ഫോർ ഗെറ്റിംഗ് ദ മാക്സിമം ഡിസ്ചാർജ്, അപ്പൊ ഇത്ര കൊടുത്താൽ മതി നമുക്ക്. അതായത് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ മീൻസ് മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്ന ചാനൽ അല്ലെ, മാക്സിമം ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ആ ചാനലിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഫോർ ഗെറ്റിംഗ് ദാറ്റ് മാക്സിമം ഡിസ്ചാർജ് വെറ്റഡ് പെരിമീറ്റർ ഷുഡ് ബി മിനിമം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ നിങ്ങൾ മൈൻഡിൽ വെക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ദ കോസ്റ്റ് ഓൾസോ മിനിമം. ഓക്കെ, അപ്പൊ മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് വി ഗെറ്റ് മാക്സിമം ഡിസ്ചാർജ് എന്നാണ്. ഫോർ ഗെറ്റിംഗ് മാക്സിമം ഡിസ്ചാർജ് ദ വെറ്റഡ് പെരിമീറ്റർ ഷുഡ് ബി മിനിമം. അതുകൊണ്ട് തന്നെ എന്താണ്, ദ കോസ്റ്റ് ഓൾസോ മിനിമം, ദ കോസ്റ്റ് വിൽ ഓൾസോ മിനിമം. ഓക്കെ, അപ്പം ഇവിടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ. ഓക്കെ, അപ്പം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ the equation for hydraulic mean depth generally നമ്മൾ പറയുകയാണെങ്കിൽ the equation for hydraulic mean depth is A divided by T. Okay, and hydraulic radius is A divided by P. അതായത് cross sectional area by top width. അതായത് ഇപ്പോൾ ഈ ഫിഗർ എടുക്കുകയാണെങ്കിൽ this is the top width. Okay, and hydraulic radius എന്ന് പറയുമ്പോൾ area divided by cross sectional area by vector perimeter. പ്രോബ്ലം നോക്കുകയാണെങ്കിൽ this is a rectangular section of width B and അതിന്റെ ഡെപ്ത് എത്രയാണ്, ഡെപ്ത് is D. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇതിന്റെ ഏരിയ, ഓക്കെ, ഇപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, B ഇൻറ്റു D ആണല്ലേ, is B ഇൻറ്റു D. ഓക്കെ, ആൻഡ് പെരിമീറ്റർ, അതായത് വെക്റ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ പോർഷൻ ഇവിടെ തൊട്ട് ഇവിടം വരെ, അതായത് B+2D അല്ലെ, B+2D ആണിത്. അപ്പൊ വെക്റ്റഡ് പെരിമീറ്റർ ഈസ് B+2D. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ നിന്നും ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്നും B is equal to A divided by D എന്ന് എഴുതുവാണെങ്കിൽ, ഓക്കെ, വെക്റ്റഡ് പെരിമീറ്റർ is equal to A divided by D plus 2D ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോർ ഗെറ്റിംഗ് മാക്സിമം ഡിസ്ചാർജ് ദ P ഷുഡ് ബി മിനിമം. അതായത് P മിനിമം ആണെങ്കിൽ which means the derivative of P is equal to 0 അല്ലെ, the derivative of P അതായത് dP by D, അതായത് derivative of P with respect to depth D is equal to 0. അതായത് D by D of P എത്രയാണ്, P is P by D plus 2D equal to 0. നമുക്കറിയാം എന്താണ് ഇവിടെ
സോറി ഇത് എ ആണ്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 1/d മീൻസ് 1 മൈനസ് 1/d സ്ക്വയർ. അപ്പൊ എ ഡിവൈഡഡ് ബൈ മൈനസ് ഡി സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2d ദാറ്റ് ഈസ് 2. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. അതിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എ ഈസ് ഈക്വൽ ടു 2d സ്ക്വയർ എന്നിവിടെ കിട്ടും. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു 2d സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി ആണ് അല്ലേ? ബി ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 2d സ്ക്വയർ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ബി ഈസ് ഈക്വൽ ടു 2d എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ് കിട്ടുന്നത്. ബി ഈസ് ഈക്വൽ ടു 2d എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പൊ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്രോസ് സെക്ഷൻ ഏരിയ ഡിവൈഡ് ബൈ ടോപ്പ് വിഡ്ത്ത് ആണ് അല്ലെ? അപ്പൊ ഹൈഡ്രോളിക് അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഈസ് ബി ഇൻറ്റു ഡി അല്ലെ? അപ്പൊ ബി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ what is top width? Top width എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is the top width b. okay, top width b is equal to എന്താണ്? 2d ആണ്. okay, 2d ആണ്. and b എന്താണ്? b നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ 2d എന്ന് പറഞ്ഞിട്ട്. യെസ്, അപ്പൊ 2d സ്ക്വയർ ഡിവൈഡ് ബൈ 2d. ഓക്കെ, അതായത് നമുക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആയിട്ട് ഡി ആണ് കിട്ടുന്നത്. ഇനി ഹൈഡ്രോളിക് റേഡിയസിലേക്ക് വരികയാണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് 2d സ്ക്വയർ അല്ലെ? ബി ഇൻറ്റു ഡി, അതായത് 2d സ്ക്വയർ. വെറ്റഡ് പെരിമീറ്റർ എന്താണ്? വെറ്റഡ് പെരിമീറ്റർ ഈസ് ബി പ്ലസ് 2d ആണ്. ബി എന്ന് പറയുന്നത് 2d നമുക്ക് കിട്ടി. അപ്പൊ ദാറ്റ് ഈസ് 4d. അപ്പൊ ദാറ്റ് ഈസ് d ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടുന്നത്. ജനറലി ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയായിട്ടാണ് തോന്നുന്നത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈ ഒരു ഇക്വേഷനും ഹൈഡ്രോളിക് റേഡിയസ് എ ഡിവൈഡ് ബൈ പിയും ചെയ്യുമ്പോൾ, ബട്ട് നമുക്ക് ആൻസർ കീയില് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആയിട്ട് d/2 ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഓപ്ഷനിൽ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലും ഇല്ല. ഓക്കെ, അപ്പോൾ മേ ബി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആൻഡ് ഹൈഡ്രോളിക് റേഡിയസ് സെയിം ആയിട്ട് എടുത്തിട്ടായിരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ a/p വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ d/2, a ഡിവൈഡ് ബൈ t വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ d ആണ് കിട്ടുന്നത്. അത് രണ്ടും ഒന്ന് മനസ്സിൽ വെച്ചോളുക. കാരണം പല രീതിയിലും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അപ്പം രണ്ട് രീതിയിൽ മനസ്സിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഹൈഡ്രോളിക് എ ഡിവൈഡ് ബൈ പി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് d/2 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡി എന്ന് പറയുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. at any point on the magnetic equator what will be the angle of dip? അതായത് നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഇക്വേറ്ററിൽ ഡിപ്പ് 0 ഡിഗ്രിയും ആൻഡ് പോളിൽ അത് 90 ഡിഗ്രി ആണെന്നുള്ളത്. അപ്പൊ അറ്റ് ഇക്വേറ്റർ എന്താണ്? ഓപ്ഷൻ ബി 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ബിൽഡിംഗ് എക്സ്ക്ലൂഡിംഗ് ദ ഏരിയ ഒക്കുപ്പൈഡ് ബൈ വാൾ? ഇതും ഒരുപാട് തവണ നമ്മൾ കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണിത്. അപ്പം അതെന്താണ്? നമുക്കറിയാം, ടോട്ടൽ ബിൽഡപ്പ് ഏരിയ മൈനസ് ഇവിടെ എക്സ്ക്ലൂഡിങ് ദ ഏരിയ ഓക്കുപ്പൈഡ് ബൈ വാൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ വാൾ തിക്നെസ് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യാണ്. അപ്പൊ എന്താണത്? അത് ഫ്ലോർ ഏരിയ ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ in the case of open channel flow, if the flow is laminar, which of the following is correct? അപ്പം ഇവിടെ നമുക്ക് ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസാണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്ലോ ലാമിനാർ ആണെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പൊ പൈപ്പ് ഫ്ലോയുടെ കേസിലാണെങ്കിൽ ലാമിനാർ എന്ന് പറഞ്ഞെങ്കിൽ ദ റെയ്നോൾഡ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 2000 ആയിരിക്കണം. ആൻഡ് ടർബുലന്റ് എന്ന് പറയണമെങ്കിൽ റെയ്നോൾഡ് നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4000 ആയിരിക്കണം. ആൻഡ് ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിലാണെങ്കിലോ ലാമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്നോൾഡ് നമ്പർ ഈസ് ലെസ് ദാൻ 500 or 600. ആൻഡ് ടർബുലന്റ് മീൻസ് ദ റെയ്നോൾഡ് നമ്പർ, ടർബുലന്റ് ഫ്ലോ കിട്ടണമെങ്കിൽ ദ റെയ്നോൾഡ് നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2000 ആയിരിക്കണം. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ ആണ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. അപ്പൊ ലാമിനാർ ആണെന്ന് പറയണമെങ്കിൽ ദ റെയ്നോൾഡ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 500. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the ratio of power available at the shaft of turbine to the power delivered by water to the runner. നമുക്ക് ഓപ്ഷനിൽ വോളിമെട്രിക് എഫിഷ്യൻസി ഉണ്ട്, മെക്കാനിക്കൽ എഫിഷ്യൻസി ഉണ്ട്, ഓവറോൾ എഫിഷ്യൻസി ഉണ്ട്, ഹൈഡ്രോളിക് എഫിഷ്യൻസി ഉണ്ട്. നമുക്കിത് ഓരോന്നും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്?
which is the power delivered to the runner. ഓ ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Power delivered to runner, it is the ratio of power delivered to the runner to the power supplied at the inlet. Okay, at inlet. അപ്പോൾ what is hydraulic efficiency? It is the ratio of power delivered to the runner divided by power supplied at the inlet. ഇനി what is mechanical efficiency? Mechanical efficiency is power at the shaft of turbine, power at the shaft of turbine to the power delivered by water to the runner. Okay, but power at the shaft of turbine to power delivered by water to the runner. That is the mechanical efficiency. Then what about volumetric efficiency? The volume of water actually striking the runner. The volume of water actually striking the runner to the volume of water supplied to the runner. Supplied to the runner. That is the volumetric efficiency. And finally, overall efficiency. Overall efficiency is power available at shaft of turbine. Shaft of turbine. Power available at shaft of turbine to the power supplied at inlet of turbine. Okay, അപ്പോൾ ഇത്രയും equations ഉണ്ട്. Hydraulic efficiency, mechanical efficiency, volumetric efficiency and overall efficiency. These all are the efficiencies of turbines. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? The ratio of power available at the shaft of turbine to power delivered by water to the power delivered by water to the runner. അപ്പോൾ ഏതാണ്? Which is mechanical efficiency അല്ലേ? The power at shaft of turbine to the power delivered by water to the runner. അപ്പോൾ mechanical efficiency option C ആണ് answer. Next question. What is mean by cambium layer of an exogenous tree? Okay, ഇപ്പോൾ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ക്രോസ് സെക്ഷൻ, ട്രീയിലെ ക്രോസ് സെക്ഷൻ. അപ്പം എന്താണ് cambium layer? Cambium layer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is the layer between the inner bark and sapwood, which contain sap. Then next question, what is the difference between two measured values of same quantity in surveying? അതായത് ഒരു സെയിം വസ്തു തന്നെ നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ്. ഇപ്പൊ ഒരു ഇതൊരു 8 മീറ്ററും അടുത്ത് സെയിം ക്വാണ്ടിറ്റി നമ്മൾ രണ്ടാമത് മെഷർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് 0.5 മീറ്റർ അങ്ങനെ ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസ് വന്നു. സെയിം ക്വാണ്ടിറ്റി തന്നെ മെഷർ ചെയ്യുമ്പോൾ വരുന്ന ആ സ്ലൈഡ് ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസിനെ നമ്മൾ എന്തെന്നാ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഡിസ്ക്രിപ്പൻസി എന്നാണ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, ആ ഒരു ചേഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വേരിയേഷൻ. ഓക്കെ, next question. A wooden pile is being driven with a drop hammer weighing 18 kilonewton and having a free fall of 1 meter. The penetration in the last blow is 5 mm. Determine the load carrying capacity of pile according to engineering news formula. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വുഡൻ പൈൽ ഉണ്ട്, അതൊരു ഡ്രോപ്പ് ഹാമർ ഉപയോഗിച്ചിട്ട്, ഡ്രോപ്പ് ഹാമറിന്റെ വെയിറ്റ് 18 കിലോമീറ്റർ ആണ്, ഫ്രീ ഫോൾ 1 മീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ വുഡൻ പൈൽ നമ്മൾ ഡ്രൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ബ്ലോയുടെ പെനിട്രേഷൻ എന്ന് പറയുന്നത് 5 mm ആണ്. അങ്ങനെയാണെങ്കിൽ ആ പൈലിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് എഞ്ചിനീയേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പൈൽ ഡ്രൈവിംഗ് ഫോർമുലയാണ്. ഈ എഞ്ചിനീയറിംഗ് ഫോർമുല എന്ന് പറയുന്നത് പൈൽ ഡ്രൈവിംഗ് ഫോർമുലയാണ്. ഓക്കെ, പൈൽ ഡ്രൈവിംഗ് ഫോർമുല, അതേപോലെ ഉണ്ട് ഡൈനാമിക് പൈൽ ഡ്രൈവിംഗ് ഫോർമുല, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ന്യൂ റെക്കോർഡ്സ് പൈൽ ഡ്രൈവിംഗ് ഫോർമുല, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതുപോലെ ഹീലി ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ബെയറിംഗ് കപ്പാസിറ്റി, അങ്ങനെ ഡിഫറെന്റ് ഫോർമുലാസ് ഉണ്ട്. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയേഴ്സ് ന്യൂ ഫോർമുല ഉപയോഗിച്ചിട്ട്
കണ്ടുപിടിക്കാനാണ്. And the formula is Q is equal to, okay, in order to find out the bearing capacity, in order to find out the load carrying capacity, that Q is equal to WH divided by F into S plus C ആണ് അതിന്റെ കേസിൽ വരുന്ന എഞ്ചിനീയേഴ്സ് ന്യൂ ഫോർമുലയാണ്. where Q is the capacity, load carrying capacity, and W is the weight of hammer, H is the drop of hammer, then F is the factor of safety, okay, factor of safety is usually taken as 6, okay, and S is the penetration, and C is a constant which is 0.25 centimeter for single അല്ലെങ്കിൽ double hammer, okay, and C is equal to 2.5 centimeter for the drop hammer. അപ്പോൾ ഇത്രയും ടേംസ് ഒന്ന് മനസ്സിൽ വെച്ചോളാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? The weight of the hammer is 18 kilonewton. അപ്പോൾ Q is equal to 18 into what is then തന്നിരിക്കുന്നത് എന്താണ്? H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഓഫ് ഹാമർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ we have to convert it into centimeter. ഇക്വേഷൻ നമ്മൾ സെന്റിമീറ്ററിൽ ആണ് എല്ലാം, അതായത് എസും അതുപോലെ തന്നെ എച്ചും ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ്? എല്ലാം ഒരേ യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എച്ച്, അത് 100 സെന്റിമീറ്ററിൽ കൊടുത്തു, ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 6 ആൻഡ് യെസ്, അതായത് പെനിട്രേഷൻ. ഇവിടെ പെനിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് 5 mm ആണ്. ഓക്കെ, അതായത് 5 mm means 5.5 centimeter. Okay, 0.5 centimeter plus C. The drop hammer ന്റെ കേസാണ്, where C is 2.5 centimeter. Okay, അതായത് നമ്മുടെ സിയുടെ യൂണിറ്റിലേക്ക് നമ്മൾ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 18 into 100 divided by 6 into 0.5 plus 2.5 will give the answer as 100 kilonewton. അപ്പോൾ option A is the correct answer. Okay, next question നോക്കാം. A jet of water of cross-sectional area 0.005 meter square strikes a flat plate normally with a velocity of 15 meter per second. If the plate is moving with a velocity of 5 meter per second in the direction of jet and away from the jet, what is the force exerted by jet on the plate? Okay, അപ്പോൾ impacts of jet എന്ന് പറയുന്ന ഹൈഡ്രോളിക്സിലെ ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.005 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു വാട്ടർ ജെറ്റ്, അത് നമ്മുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് തന്നെയാണ്, നോർമലി ഹെൽഡ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, അതിലേക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് വരുന്ന വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ജെറ്റ് ഓഫ് വാട്ടറിന്റെ ഇമ്പാക്ട് കൊണ്ട് എന്താണ് മൂവ് ചെയ്തു, അത് മൂവ് ചെയ്ത വെലോസിറ്റി എത്രയാണ്? അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇമ്പാക്ട്സ് ഓഫ് ജെറ്റ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരുന്നുക. അപ്പൊ ആ ഓരോ ഡിഫറെന്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള ഫോർമുലാസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആ സമയത്ത് ആ ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫ്ലാറ്റ് വേർട്ടിക്കൽ പ്ലേറ്റിലേക്ക് ജെറ്റ് ഇമ്പാക്ട് ഉണ്ടാവുകയാണ്. ബട്ട് ഫ്ലാറ്റ് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, ഇറ്റ് വോണ്ട് മൂവ്. ആ കേസാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അതായത് ദിസ് ഈസ് ദ പൈപ്പ്, ഇതൊരു പൈപ്പാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇറ്റ്സ് നോസിൽ. ഈ നോസിൽ നിന്നുമാണ് ജെറ്റ് ഓഫ് വാട്ടർ ഇതുപോലെ വരുന്നത് വിത്ത് എ വെലോസിറ്റി ഓഫ് വി ആൻഡ് ദിസ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ജെറ്റ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ് വേർട്ടിക്കൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്ലാറ്റ് വേർട്ടിക്കൽ പ്ലേറ്റ്. അപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതുപോലെ അത് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് കമ്മിങ് വെലോസിറ്റി ഈസ് വി ആണ്. ആൻഡ് സിൻസ് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ ഈ വാട്ടർ എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് 90 ഡിഗ്രിയിൽ
രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. ആൻഡ് ഈ നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഫൈനൽ വെലോസിറ്റി ഈസ് 0 ആണ്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് 90 ഡിഗ്രിയിൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഡയറക്ഷൻസിലേക്ക് പോവാണ്. നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് പറയാം ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഗെറ്റ്സ് ചേഞ്ച് അല്ലെ. ഇവിടെ നമ്മുടെ വെലോസിറ്റിയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വിച്ച് മീൻസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ മൊമെന്റം ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിന്റെ മൊമെന്റത്തിന് ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പൾസ് ഇക്വേഷൻ x direction. Okay, അപ്പോൾ Fx means the force exerted in the x direction, and what is d by dt of momentum? Momentum is p is equal to m into v ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റം മീൻസ് ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം by dt. Okay, then മൊമെന്റത്തിൽ നിന്ന് ഈ വെലോസിറ്റി ആണ് ചേഞ്ച് ചെയ്യുന്നത്, മാസ് ഈസ് സെയിം. അപ്പൊ മാസ് നമുക്ക് പുറത്തെടുത്തിട്ട് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതാലോ. ഓക്കെ, ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം വരുന്ന വെലോസിറ്റി v ആണ്, ആൻഡ് ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പം m ഇൻറ്റു എന്താണ് m ബൈ ഡി ടി ഓഫ് v മൈനസ് 0. ഓക്കെ, ഈ m ബൈ ഡി ടി അതായത് ഡെറിവേറ്റീവ് അല്ലേ, അപ്പൊ അതായത് m ഡോട്ട് v മൈനസ് 0. ഓക്കെ, നമുക്കറിയാം മാസ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് റോ ഇൻറ്റു വി ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഇവിടെ ബൈ ഡി ടി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ആയതുകൊണ്ട് ദിസ് എം, അതായത് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് റോ ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് ആണ്, റോ ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് ആണ് അല്ലെ. അതായത് റോ ഇൻറ്റു എ ഇൻറ്റു വി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എം എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് റോ എ വി ആണ്. ദെൻ ദിസ് വി മൈനസ് 0 അതായത് വി. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, റോ എ വി സ്ക്വയർ ആണ്. ഓക്കെ, വെൻ ദ പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി, അത് മൂവ് ചെയ്യാത്ത കണ്ടീഷനിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പിന്നെ അതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഫ്ലാറ്റ് വേർട്ടിക്കൽ പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി, അതായത് അത് മൂവ് ചെയ്യാത്ത കണ്ടീഷനിൽ വിച്ച് ഇസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദി എക്സ് ഡിറക്ഷൻ ഈസ് റോ എ വി സ്ക്വയർ ആണ്. ഇവിടുത്തെ കേസിൽ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇതേപോലെ വാട്ടർ വരുന്നു. ദിസ് ഈസ് ദ വെർട്ടിക്കൽ ഫ്ലാറ്റ് പ്ലേറ്റ്. വരുന്ന വെലോസിറ്റി. ഓക്കെ, ആൻഡ് ഇതാണ് വരുന്ന വെലോസിറ്റി, അതായത് വാട്ടറിന്റെ വെലോസിറ്റി, ജെറ്റ് ഓഫ് വാട്ടറിന്റെ വെലോസിറ്റി, ആൻഡ് ദിസ് ഈസ് ദ പ്ലേറ്റ്, ആൻഡ് ദ പ്ലേറ്റ് വിൽ മൂവ് in x direction with a velocity of u. അതായത് ഈ v എന്ന് പറയുന്ന നമ്മുടെ ഈ ജെറ്റിന്റെ ഈ വാട്ടറിന്റെ ഇമ്പാക്ട് മൂലം നമ്മുടെ പ്ലേറ്റിന്റെ ഒരു മൂവ്മെന്റ് സംഭവിക്കുകയാണ് എക്സ് ഡിറക്ഷനിൽ തന്നെ. u എന്ന് പറയുന്നതാണ് ഈ പ്ലേറ്റിന് സംഭവിക്കുന്ന മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സിൻസ് ഇവിടെ നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്. ഓക്കെ, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് വെലോസിറ്റിയുമാണ്. ആൻഡ് ആക്ച്വലി ആ ഒരു അതായത് പ്ലേറ്റ് മൂവ് ചെയ്യാൻ എടുത്ത വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് v മൈനസ് യു ആണ് അല്ലെ. v മൈനസ് യു ഇസ് ദ വെലോസിറ്റി ഓഫ് ജെറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലേറ്റ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത്. അതാണ് വെലോസിറ്റി ഓഫ് ജെറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എം? എം ഈസ് ഇക്വൽ ടു നമ്മൾ അവിടെ പറഞ്ഞു റോ എ വി ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, ദിസ് ഇസ് v മൈനസ് യു ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് ഇൻ എക്സ് ഡിറക്ഷൻ കണ്ടുപിടിക്കാമല്ലോ. എഫ് എക്സ് എന്താണ്, എഫ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, എം ഇൻറ്റു എം ബൈ ഡി ടി ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് നമുക്കറിയാം, ജെറ്റ് മൂവ് ചെയ്യാൻ എടുത്ത വെലോസിറ്റി ഈസ് ടേക്കൺ ആസ് v മൈനസ് യു. ഓക്കെ, v മൈനസ് യു സിൻസ് അപ്പൊ ആ വാട്ടറിന്റെ വെലോസിറ്റി ഈസ് ഫൈനൽ വെലോസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്, വിച്ച് ഈസ് 0. Okay, 0. Then
m means നമ്മൾ ഓൾറെഡി പറഞ്ഞു rho a v minus u ആണെന്നുള്ളത് അല്ലേ, അത് into v minus u, that is rho a v minus u all square. ഓക്കെ, മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് fx. അതായത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് u എന്ന് പറയുന്നത്. അപ്പൊ v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ആണ് വാട്ടർ വരുന്നത്, ആൻഡ് u എന്ന് പറയുന്നത് പ്ലേറ്റിന് സംഭവിച്ച ഈ ഇമ്പാക്ട് ഓഫ് ജെറ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ള വെലോസിറ്റിയാണ് എക്സ് ഡയറക്ഷനിൽ. അപ്പൊ ഈ v എന്ന് പറയുന്നത് ഇവിടെ അബ്സല്യൂട്ട് ആയിട്ടുള്ള വെലോസിറ്റിയാണ്. ആക്ച്വലി പ്ലേറ്റ് മൂവ് ചെയ്യാൻ എടുത്ത വെലോസിറ്റീസ് v മൈനസ് യു ആണ്. ഓക്കെ, ആൻഡ് ഈ വരുന്ന ഈ v മൈനസ് യു എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്ന വെലോസിറ്റി. ആൻഡ് ഫൈനലി ഈ വെലോസിറ്റി എന്ന് പറയുന്നത് പ്ലേറ്റ് മൂവ് ചെയ്തപ്പോൾ നമ്മുടെ വെലോസിറ്റി ഓഫ് വാട്ടർ ബിക്കം 0. ഫൈനൽ വെലോസിറ്റി ഓഫ് വാട്ടർ ഈസ് 0. ആൻഡ് ഹെൻസ് ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റം ആണ്. എം പുറത്തെടുത്തിട്ട് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് v മൈനസ് യു മൈനസ് ഫൈനൽ വെലോസിറ്റി ഈസ് 0. ദെൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റോ എ v മൈനസ് യു ആണ്. ഓക്കെ, അപ്പൊ റോ എ v മൈനസ് യു ഹോൾ സ്ക്വയർ ആണ് എഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ മാത്രം ഇവിടെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. എഫ് എക്സ് ഈക്വൽ റോ എ v മൈനസ് യു ഹോൾ സ്ക്വയർ ആണ് വെൻ ദ പ്ലേറ്റ് ഈസ് മൂവിങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് അല്ലെ, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ജെറ്റ് ഈസ് 0.005 മീറ്റർ സ്ക്വയർ. അതൊരു ഫ്ലാറ്റ് പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്തു. അത് വരുന്ന ഇനീഷ്യൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. The plate is moving with the velocity. Plate in the movement എന്ന് പറയുന്നത് 5 meter per second ആയിരുന്നു in the direction of jet, away from the jet. What is the force exerted? അപ്പോൾ നമ്മൾ ഏത് സെക്കൻഡ് ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്? This equation fx is equal to rho a v minus u whole square. അങ്ങനെ വരുമ്പോൾ fx is equal to rho a v minus u whole square. നമുക്കറിയാം rho, അതായത് the density of the fluid is taken as density of the water, that is 1000 into cross sectional area is given as 0.005. That is 500 Newton. Okay, 500 Newton. Appa answer is option C. Then the dry density of which sample is expected to be high? Organic clay, dense sand, bentonite and stiff clay. Okay, അപ്പം usually the dry density of sand, dense sand is greater than clay. Okay, അപ്പോൾ organic clay, stiff clay അല്ലെങ്കിൽ bentonite is also a clay. ക്ലേനേക്കാൾ കൂടുതലാണ് dry density of sand എന്ന് പറയുന്നത്. Okay, അപ്പോൾ dense sand having a dry density more than clay. Option B is the correct answer. Then next question, which among the following is the great circle formed by a plane through the observer's position that is perpendicular to the direction of gravity at that point intercepts the celestial sphere? Observer's meridian, ecliptic, hour circle and horizon. ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ആസ്ട്രോണമിക്കൽ സർവേയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സെലസ്റ്റിയൽ സ്ഫിയർ എന്താണെന്നുള്ളതാണ്. അതായത് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി സ്ഫിയർ ആണ്. ഇങ്ങനെ ഇമാജിനറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ഫിയർ. അതായത് എർത്ത് അതിന്റെ സെന്ററിലാണെന്നും ആൻഡ് ബാക്കിയുള്ള എല്ലാ സെലസ്റ്റിയൽ ബോഡീസ്, സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്, ബോഡീസ് എല്ലാം തന്നെ ലൈക്ക് ഓൾ അതർ പ്ലാനറ്റ്സ്, സ്റ്റാർസ് എല്ലാം തന്നെ സ്റ്റഡഡ് ഇൻസൈഡ് ദി സർഫസ്, ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ that imaginary sphere is the celestial sphere. Okay, അപ്പോൾ what is a celestial sphere? It is an imaginary sphere of infinite radius with earth is at its center and other celestial bodies studded on its inside surface. നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു ഒബ്സർവ് ദി പൊസിഷൻ, അതായത് നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസിന്റെ പൊസിഷൻ, ഡിറക്ഷൻ, അതിന്റെ മൂവ്മെന്റ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിനിന്റെ, ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിനിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ, അതായത് നമ്മുടെ സെന്ററിലൂടെയാണ് അത് പാസ് ചെയ്യുന്നതെങ്കിൽ
എർത്തിന്റെ സെന്ററിലൂടെയാണ് ആ ഇമാജിനറി ലൈൻ പ്ലെയിൻ പോകുന്നതെങ്കിൽ ആൻഡ് അത് കട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെലസ്റ്റിയൽ സ്ഫിയറിന്റെ സർഫസിനെയും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് സർക്കിൾ ഈസ് ദ ഇമാജിനറി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിനിന്റെ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദി എർത്ത് ആൻഡ് ദി സർക്കംഫറൻസ് ഓഫ് ദി സെലസ്റ്റിയൽ സ്ഫിയർ. സെലസ്റ്റിയൽ സ്ഫിയറിന്റെ സർക്കംഫറൻസിലൂടെയും സെന്റർ ഓഫ് ദി എർത്തിലൂടെയും പാസ് ചെയ്തു പോകുന്ന ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് എന്ത്? ഗ്രേറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എർത്തിൽ ഇപ്പോ ഇവിടെ ഒരു ഒബ്സർവർ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലംബ് ലൈൻ ഇങ്ങനെ കൺസിഡർ ചെയ്യണം. നമുക്കറിയാം പ്ലംബ് ലൈൻ ഇസ് ദി ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഇങ്ങനെ ഒരു പ്ലംബ് ലൈൻ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ദി ഒബ്സർവർ ത്രൂ ദി ഒബ്സർവർ, ഇങ്ങനെ ത്രൂ ഒബ്സർവറിലൂടെ ഇങ്ങനെ ഒരു പ്ലംബ് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അത് സെലസ്റ്റിയൽ സ്ഫിയറിനെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ദിസ് ഇമാജിനറി പോയിന്റ് ഈസ് കോൾഡ് സെനിത്ത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സെനിത്ത്? If a plumb line through an observer is extended upward, the imaginary point at which it appears to intersect the celestial sphere is the zenith. Similarly, നമ്മളിപ്പോൾ ഇങ്ങോട്ട് ബാക്ക്വേർഡ് ആണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ this plumb line extend ചെയ്യുന്നത് and the imaginary point at which it intersect the celestial sphere is the nadir. This is the zenith and nadir. Okay, ഇനി ഈ zenith and nadirനോട് ഈ zenith and nadir ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ഗ്രേറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദിസ് ഈസ് എ ഗ്രേറ്റ് സർക്കിൾ, this is a great circle. Okay, this great circle is perpendicular to the line joining zenith and nadir. This particular great circle is called the horizon. Okay, and ഈ ഇങ്ങനെ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, okay, this circle is passing through the zenith and nadir line. ഈ zenith nadir ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് സർക്കിൾ ആണ് ഇത്, ഈ ഒരു പെർട്ടിക്കുലർ സർക്കിൾ. ഓക്കെ, ആൻഡ് ത്രൂ ദി പോൾസിലൂടെ ആ ഒരു പെർട്ടിക്കുലർ സർക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഴ്സ് മെറീഡിയൻ എന്ന് പറയുന്നത്. ഒബ്സർവേഴ്സ് മെറീഡിയൻ. ഓക്കെ, അപ്പൊ സർക്കിൾ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി നാദർ സെനിത്ത് ലൈൻ ആൻഡ് ത്രൂ ദ പോൾസ് ഈസ് ദി ഒബ്സർവേഴ്സ് മെറീഡിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓപ്ഷനിലേക്ക് തിരിച്ചു വരാം. ഇനി ഓപ്ഷനിൽ അപ്പൊ ഒബ്സർവേഴ്സ് മെറീഡിയൻ, ഹൊറൈസൺ എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇതിൽ വരുന്ന ഒരു മേജർ ടേം എന്ന് പറയുന്നത് അവർ സർക്കിൾ ആണ്. അവർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇതും ഒരു ഗ്രേറ്റ് സർക്കിൾ തന്നെയാണ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെലസ്റ്റിയൽ പോൾസ്. ഓക്കെ, സെലസ്റ്റിയൽ പോൾസിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ഗ്രേറ്റ് സർക്കിൾ. ഓക്കെ, ദ ഗ്രേറ്റ് സർക്കിൾ പാസിംഗ് ത്രൂ സെലസ്റ്റിയൽ പോൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് among the following is the great circle formed by a plane through the observer's position that is perpendicular to the direction of gravity at that point intercepts the celestial sphere. അതായത് celestial sphere-ല് this is the celestial sphere and celestial sphere-ല് intersect ചെയ്യുന്ന ഒരു കണ്ടോ the points that intercepts the celestial sphere. എങ്ങനെയാണ് പോയിന്റ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്? by a perpendicular to the direction of gravity. അതായത് നമുക്കറിയാം ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അല്ലെ, ദിസ് ഈസ് ദ എർത്ത്, ഇതായിരുന്നു ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിയിലൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചു, അത് സെലസ്റ്റിയൽ സ്ഫിയറിൽ ഇന്റർസെപ്റ്റ് ചെയ്തു. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു സർക്കിൾ, ഗ്രേറ്റ് സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തെന്നാ പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഇൻഡിക്കേറ്റഡ് ബൈ ദി പ്ലംബ് ലൈൻ. അപ്പൊ പ്ലംബ് ലൈൻ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സെലസ്റ്റിയൽ സ്ഫിയറിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ് സെനിത്തും നാദർ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് എന്ത്? ഹൊറൈസൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അതിനോട് പാരലൽ ആയിട്ടായിരുന്നെങ്കിൽ ഒബ്സർവേഴ്സ് മെറീഡിയൻ വന്നേനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ദി വാട്ടർ ടൈറ്റ് എൻക്ലോഷർ മെയ്ഡ് അപ്പ് ഓഫ് ഷീറ്റ് പൈൽ walls, usually temporary, built around a working area for the purpose of excluding the water during construction? വാട്ടർ നമ്മൾ വാട്ടർ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്ത് കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ടെമ്പററിലി കൺസ്ട്രക്ട് ചെയ്യുന്ന
സ്ട്രക്ചർ വാട്ടർ ടൈറ്റ് എൻക്ലോഷറിന് എന്തെന്നാ പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് കോഫർ ഡാം ആണല്ലേ ടെമ്പററി നമ്മൾ വാട്ടറിനെ ഇപ്പോൾ നമ്മളൊരു ബ്രിഡ്ജിന്റെ പിയർ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു എൻക്ലോഷർ കൊടുക്കും. അതാണ് കോഫർ ഡാം. ഇനി അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ടൈറ്റ് എൻക്ലോഷറോ ആയിരുന്നു എങ്കിൽ അതിനെന്താണ് നമ്മൾ പറയുന്നത്? അതിനാണ് നമ്മൾ കേസൺ എന്ന് പറയുന്നത് അല്ലെ, വിച്ച് ഇസ് കേസൺ. അപ്പൊ ഇവിടെ ടെമ്പററി ആയതുകൊണ്ട് തന്നെ വിച്ച് ഇസ് കോഫർ ഡാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.